വിശ്വസിക്കുന്നവൻ പോകുന്ന വഴി വ്യത്യസ്ത വഴിയാ. ഈ സഭ വരുന്നവരെ വിശ്വാസം പഠിപ്പിക്കുന്ന എന്തിനാ? പറയാം, വിശ്വസിക്കുന്നവൻ പോകുന്ന വഴി വ്യത്യസ്തമാ. എത്ര പേര് ആമീൻ പറയാൻ പറ്റും? ആരും പോകാത്ത വഴിയെ കൂടെ വിശ്വസിക്കുന്നവൻ പോകും. എത്ര പേർക്ക് അതിന് ആമീൻ പറയാൻ പറ്റും? എന്നോട് ദൈവം പറയാ, അടഞ്ഞതിനെ ചൊല്ലി ഭാരപ്പെടേണ്ട, ചിലത് ഓടാൻ പോവാ. നിന്റെ വഴി ഓപ്പണാകാൻ പോവാ. വിശ്വസിച്ച നീ പുറകോട്ട് പോവുകയല്ല, ആത്മക്കണ്ണുകളിലൂടെ കാണ്. നീ കറങ്ങാൻ പോവുകയല്ല, പുറകോട്ട് പോകാൻ പോവുകയല്ല, നീ മുന്നോട്ട് ഗമിക്കാൻ പോവുക. നോക്കിയേ, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. അമ്മി ചെങ്കടൽ കടന്ന് ജനം പോവുക. അന്നേരം വലിയ ലിവ്യാദാന്മാരൊക്കെ, തിമിംഗല ഗ്രൂപ്പിൽപ്പെട്ടവരൊക്കെ, സ്തോത്രം, വന്നിങ്ങനെ ഇസ്രായേൽ മക്കളെ കണ്ട് വായിലൂടെ വെള്ളം ഊറുക. എന്തിനാ? ഒന്നിനെ ശാപ്പിടാൻ. നോക്കിയേ, പക്ഷെ ദൈവം ആരാന്നറിയാമോ? ഇവനെ തിന്നാൻ കൊതിച്ച ലിവ്യാദാന്മാരെ അല്പം കഴിഞ്ഞപ്പോൾ കാടപ്പക്ഷിയുടെ രൂപത്തിൽ ജനം തിന്നു. മിണ്ടുന്നില്ല. നിന്നെ തിന്നുമെന്ന് പറഞ്ഞവനെ ഇസ്രായേൽ മക്കൾ തിന്നെന്ന്. എന്താ ദൂതം? നിന്നെ തീർക്കുമെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ ദൈവത്തിന് ചെയ്യാനുണ്ട് ചിലത്. ഇസ്രായേൽ മക്കൾ ഇങ്ങനെ നടക്കുക, വീണ്ടെടുക്കപ്പെട്ട ജനം. മിസ്രൈമ്യര് നോക്കിയപ്പം വഴി റെഡി, ഞങ്ങൾ റെഡി. ചുമ്മാ ചാടി ഇറങ്ങല്ലേ, സ്തോത്രം. പണി പാളും. കുറച്ച് നാളൊക്കെ ദൈവം നോക്കിയിരിക്കും, പക്ഷെ എന്നും നോക്കിയിരിക്കത്തില്ല. കുറച്ചാളൊക്കെ നിന്നെ കരയിച്ചപ്പോൾ മറ്റൊരു ചിരിച്ചു, പക്ഷെ ആ ചിരി എന്നും നിൽക്കുകയില്ല. ആ ചിരിയും കരച്ചിലാവും. അതിൻ്റെ കാരണം എന്താ? നിന്റെ കണ്ണുനീർ ദൈവത്തിൻ്റെ തുരുത്തിയിലുണ്ട്. അക്കരെ കയറിയപ്പോൾ മോശയോട് ദൈവം പറഞ്ഞു, വടി തിരിച്ചു കാണിക്കാൻ പറഞ്ഞു. വടി തിരിച്ചു കാണിച്ചപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? ഇസ്രായേൽ മക്കളുടെ പുറകെ വന്ന ഫറവോന്റെ ഇരുമ്പ് രഥങ്ങൾ ദൂതന്മാർ വീലെ കയറി പുറകോട്ട് പിടിച്ചു. കുതിര മുമ്പോട്ട് പിടിക്കും, ദൂതം വീലെ കയറി പുറകോട്ട് പിടിക്കും. വണ്ടിയുള്ളോട് ചോയിര് മുമ്പോട്ടും പുറകോട്ടും പിടി വന്ന വണ്ടി താഴോട്ടിരിക്കും. സ്തോത്രം. ചുരുക്കി പറയാം, 600 രഥം കറങ്ങിയപ്പോൾ ഒരു അഗാധകർത്തൻ രൂപം കൊണ്ടു. അടുത്ത നോക്കി, അവർ ഈയക്കട്ടി പോലെ താന്നുപോയെന്ന പുറപ്പാട് 15 വായിക്കുന്നേ. അങ്ങനെയെങ്കിലും ഒരു ദൂത് പറയാം, നിന്നെ ഫോളോ ചെയ്ത ചെലവിന് ഇനി മുന്നോട്ട് പോകാൻ വയ്യാത്ത അന്തരീക്ഷം ദൈവം ഉണ്ടാക്കും. ചിലതൊക്കെ ദൈവം കുഴപ്പിക്കാൻ പോവുക. ഇനിയും മിസ്രൈമ്യർ നിന്റെ കൂടെ വേണ്ട, നീ ഒറ്റയ്ക്ക് മതി. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, അവർ ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. യേശുവിൻ്റെ നാമത്തിൽ നിനക്കാ കനാൻ നാട് ശത്രുവിനല്ല, നിനക്കാ വാഗ്ദത്ത ദേശം.